എൻ്റെ സ്നേഹിതരെ, ലോകം നിങ്ങളെ ഒറ്റപ്പെട്ടവരെന്ന് വിളിക്കുമ്പോൾ ഭാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. ദൈവം നിങ്ങളെ വിളിക്കുന്നത് ഏറ്റവും പ്രിയമുള്ളവരെന്നാണ്, പ്രിയപ്പെട്ടവരെന്നാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്കൊന്ന് കേൾക്കാൻ കഴിയുമോ? നമ്മളോട് കൂടെ ഇരിക്കാം, എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവർ നമ്മെ വിട്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കില്ല, എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കാം. കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെ കാണാതാകുമ്പോഴും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും യാത്രയിൽ പിരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. ചില സീസണുകളിൽ നാം ഒറ്റയ്ക്കായതുപോലെ നമുക്ക് തോന്നും. അപ്പോഴെല്ലാം ഈ ഒരു വചനം നിങ്ങൾ മറക്കരുത്. എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ ഒറ്റപ്പെടലുകളിൽ ആരും കൂടില്ല എന്ന് തോന്നുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് ശുശ്രൂഷിച്ചിട്ടുള്ള, എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43:4 യാക്കോബിനോട് പറയുന്ന ഒരു ദൈവശബ്ദമാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. ദൈവം പറയാം, നീ എനിക്ക് ഏറ്റവും വിലയേറിയവനാണ്, മാന്യനാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം നമ്മോട് പറയാം, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. പ്രിയമുള്ളവരെ, അതിലും വലിയ ഒരു പ്രിവിലേജ്, ഒരു വലിയ മാന്യത, ബഹുമാനം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല കേട്ടോ. ദൈവത്തിന് നാം വിലപ്പെട്ടവരാണ്, ദൈവത്തിന് നാം മാന്യരാണ്, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ കുറവുകൾ അറിഞ്ഞിട്ടും, നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞിട്ടും, ജയപരാജയങ്ങളെല്ലാം അറിഞ്ഞിട്ടും സ്നേഹത്തിൽ ഒട്ടും കുറവില്ലാതെ എന്നെ വീണ്ടും വീണ്ടും ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്നുപോകരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിന് നിങ്ങൾ ഏറ്റവും മാന്യരാണ്, നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ഈ വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കേൾക്കട്ടെ. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സന്ദേശം ഇവിടെ ചുരുക്കുന്നു. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.